അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആണ് നാം വന്നെത്തി നിൽക്കുന്നത്. ലോകസംഭവങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളാകുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനായിട്ട് അവർ അവരെ തന്നെ ഒരുക്കുകയും മറ്റുള്ളവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവവചനം. കൂട്ടായ്മയും പ്രാർത്ഥനയും ആത്മീയ ആരാധനകളും മറ്റിതര ആത്മീയ പ്രവർത്തനങ്ങളുമെല്ലാം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് കൂടുതൽ നമ്മെ ഉറപ്പിക്കുവാനും ഒരുക്കുവാനും വേണ്ടിയുള്ളതായിട്ട് മാറണം. ജഡത്തിലും ആത്മാവിലും ഉള്ള കന്മഷങ്ങൾ, മാലിന്യങ്ങൾ മാറി ക്രിസ്ത്യാനുരൂപരായി ജീവിക്കുവാൻ നമ്മെ ദൈവത്തിൻ്റെ വചനം തീർച്ചയായും സഹായിക്കും. ദൈവവചനം ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ നടത്തുക എന്നുള്ളത്. റോമാലേഖനം 12-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പീൻ. ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് തിന്മ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരുടെ സമ്പത്ത് അപഹരിച്ചെടുത്തു, അവരെ നിന്ദിച്ച് വിടക്കെന്നെണ്ണിയിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർ ഭ്രഷ്ടരാക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരുപാട് തിന്മകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആദിമസഭയിലെ ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നു. ലോകപ്രകാരം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ വ്യവസ്ഥ. ഒരു കാര്യം നമ്മളിവിടെ ഓർക്കണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ദൈവികമാണ്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവരോടും കഴിയുമെങ്കിൽ സമാധാനമായിരിക്കണം. ഇതെങ്ങനെ സാധിക്കും? കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നുള്ള നിയമം നിലവിലിരുന്ന ഒരു സമൂഹത്തിൽ യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്, വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിച്ചു കൊടുക്കണം, നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും കൂടെ നീ വിട്ടുകൊടുക്കണം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 നാഴിക അവനോടുകൂടെ പോകണം. പറഞ്ഞും അറിഞ്ഞും പരിചയിച്ചും വന്ന സ്വഭാവത്തിന് നേരെ ഘടകവിരുദ്ധമായ ഒരു സ്നേഹപ്രമാണം യേശുവിടെ കൊടുക്കുകയാണ്. കാരണം ദൈവമക്കൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നായിരുന്നു ആദിമസഭയെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരുന്നത്. യേശു ലോകത്തിൽ ശുശ്രൂഷിച്ച സമയത്ത് എത്രയോ തിന്മകൾ യേശുവിന് നേരിടേണ്ടി വന്നു. യേശു നന്മ ചെയ്തവർ പോലും യേശുവിന് തിന്മ ചെയ്തു. എൻ്റെ അപ്പം തിന്നവനും എൻ്റെ പ്രാണസ്നേഹിതനുമായവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ നന്മ ചെയ്തവർ പോലും യേശുവിന് തിന്മ ചെയ്തിരുന്നു. പക്ഷേ യേശുവിൻ്റെ നിലപാടും മനോഭാവവും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അതാണ് ദൈവികം. നന്മയ്ക്ക് പകരം ആളുകൾ നമ്മോട് തിന്മ
ചെയ്യുമ്പോൾ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണമാണ് തലയിൽ ചുമന്ന് അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവർ ജോസഫിനെ വിറ്റുകളഞ്ഞു. അനേക വർഷങ്ങൾ ജോസഫ് വേദനയുടെ അനുഭവത്തിലായിരുന്നു. ജോസഫിനെ ദൈവം ഉയർത്തി. ജോസഫിൻ്റെ അടുക്കൽ ഇപ്പോൾ അവൻ്റെ സഹോദരന്മാർ വന്നു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ വേണമെങ്കിൽ തന്നോട് തിന്മ ചെയ്ത തൻ്റെ സഹോദരന്മാർക്ക് തിന്മ ചെയ്യുവാൻ ജോസഫിന് കഴിയുമായിരുന്നു. എന്നാൽ ജോസഫ് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, എന്നാൽ ദൈവമോ ഇന്നുള്ളതുപോലെ എന്നെ അനുഗ്രഹിച്ചു. നിങ്ങളാരും ഭയപ്പെടേണ്ട. നിങ്ങളെനിക്ക് ദോഷം ചെയ്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ജീവരക്ഷ നൽകും എന്ന് പറഞ്ഞ് സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ജോസഫ് പഴയ നിയമത്തിൽ നിൽക്കുന്നു. പുതിയ നിയമത്തിൽ കർത്താവായ യേശു നമുക്ക് എത്രയോ ഒരു നല്ല മാതൃക വെച്ചു പോയി. തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്തുകൊണ്ട് നാമും ദൈവത്തിൻ്റെ മക്കൾ എന്ന് ലോകത്തിന് വെളിപ്പെടുത്താം. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം, പൊറുക്കേണ്ടവരോട് പൊറുക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾ അനുസരിപ്പാൻ കൃപ തരണം. അങ്ങനെ ക്രിസ്തു എന്ന തലയോളം ഞങ്ങളെ വളർത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.